വരയ്ക്കണം. ഇങ്ങനെ ഇത്രയും കൊണ്ട് നിർത്തി നല്ല ഷേപ്പിന് വരച്ചെടുത്തു. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇനി നമ്മൾ കാണുന്ന ആനയുടെ ചെവിയാണ്, പിന്നെ തല കാണും. ഇങ്ങനെ ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്ത് അത് കഴിഞ്ഞാൽ തുമ്പിക്കൈ. ഇത് അതിന് മുമ്പ് നമുക്ക് കൊമ്പിൻ്റെ ഭാഗം അടയാളപ്പെടുത്തണം. ഇത് ഇത്രയും ആനയുടെ ചെവിയുടെ ഭാഗം, ഇത് തലയും, ഇത് ചെവി, ഇത് കൊമ്പിൻ്റെ ഭാഗം. ഇവിടെ നിന്ന് അങ്ങോട്ട് തുമ്പിക്കൈ അടയാളപ്പെടുത്തണം. ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന്, എന്നിട്ട് നമ്മളവിടെ ഒരു മരച്ചില്ല ഇങ്ങനെ ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്ത് വയ്ക്കണം. ഇതാ മരച്ചില്ലയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതായിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് കൊണ്ടുപോയി ശരിയാക്കിയെടുക്കാം. ഇങ്ങനെ വരച്ച് ഇങ്ങനെ നല്ല റൗണ്ടിന് വരച്ച്, ഇനി താഴോട്ട് വരുമ്പോൾ കാല്, ആനയുടെ കാല് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് ഇങ്ങനെയും വരച്ച് വെച്ചു ഉണ്ടല്ലോ. ഇങ്ങോട്ട് വരച്ചു, ഇങ്ങനെ വരച്ച് ഇങ്ങനെ വെച്ച്. ഇനി ഇവിടെ വാല് വരയ്ക്കണം. വാലിങ്ങോട്ടൊന്ന് ചരിച്ച് വരയ്ക്കാം. ഞാനൊക്കെ എല്ലൊക്കെ ഇല്ലേ, അതൊന്നും നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ വരച്ച് തലയുടെ ഈ ഭാഗമൊക്കെ ഇവിടെയൊക്കെ മുഴച്ചായിരിക്കുന്നത്. ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കുനിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങനെ, അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് കൊമ്പും കൂടി വരയ്ക്കണം. കൊമ്പും കൂടെ ഷെയ്ഡ് ചെയ്തുകൊണ്ട് കുട്ടി കൊമ്പനായിക്കോട്ടെ, ഇങ്ങനെ ഇരിക്കട്ടെ. ബാക്കി പിന്നെ ശരിയാക്കാം. ഇനി നമ്മൾ അതിൻ്റെ ചെവി ഇങ്ങനെ വരച്ച് ബോഡി പൂർത്തിയാക്കി. മുൻകാല് ഇവിടെ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് വയ്ക്കാം. ഇത്രയേ കാണത്തുള്ളൂ മുൻകാല്, മറ്റേ കാല് കാണത്തില്ല. ആവശ്യമില്ല, എന്നാലും ഇത്രയും ഇരിക്കട്ടെ. ഇനി ഇവിടെ ഇങ്ങനെ ചെവി ഇങ്ങനെ വരച്ച്, ചെവി ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് കറക്റ്റായില്ലേ? അപ്പോൾ ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, നമുക്കെല്ലാവർക്കും വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ നമുക്കൊരു ഇമാജിനേഷൻ വേണം. ഇങ്ങനെയാണ് ആന. ഇതാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഇതുപോലെ പറ്റുമെന്നുള്ളത്. ജസ്റ്റ് തുമ്പി കൈ കൊണ്ട് പിടിക്കുമ്പോൾ തുമ്പി കൈ മറുവശത്താണ്, കണ്ടോ? ഇങ്ങനെയാണ് തുമ്പി കൈ കൊണ്ട് പിടിച്ചിരിക്കുക. മരം ചില്ല ഒടിക്കാൻ പരിശ്രമിക്കുന്നതായിട്ടാണ്. നമുക്ക് ഒരുവിധം ആയില്ലേ? ഞാനൊരു എക്സ്പേർട്ടല്ലെന്ന് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ എപ്പോഴും പറയുന്നു, ഞാൻ ഡ്രോയിങ്ങിൽ എക്സ്പേർട്ടല്ല. ഞാൻ ഏകദേശം വരച്ചൊപ്പിക്കുകയാണ് ചെയ്യുന്നത്. വരച്ചില്ല, ഒന്ന് രണ്ട് ഇലകൾ കൂടെ വരയ്ക്കാം. പോരെ? എനിക്ക് കളർ കൊടുക്കുന്നില്ല, ഒന്ന് വെള്ളയാനയായിട്ടിരിക്കട്ടെ. കളറൊക്കെ കൊടുത്തു വരുമ്പോൾ ഒരുപാട് ലെങ്തി ആയിപ്പോകും. അതുകൊണ്ട് ഇന്ന് ഇത്ര മാത്രം. ആനയായോ? ഏകദേശം ആനയായില്ലേ? അപ്പോൾ എല്ലാവരും ഇതിൻ്റെ കമൻറ്റ് പറയുമല്ലോ.